ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്ന കോഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. 6 പേജസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇംഗ്ലീഷ് ആയിരിക്കും, പിന്നത്തെ ഭാഗം ഹിന്ദി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കണ്ടാൽ മതി? ശ്രദ്ധിച്ചാൽ മതി, ഇംഗ്ലീഷ് മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ 8 ചോദ്യങ്ങൾ തരും, എന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യം എഴുതാനാണ് പറയുക. ആ 5 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും 20 മാർക്ക് വെച്ചായിരിക്കും. 3 മണിക്കൂറായിരിക്കും പരീക്ഷ. അങ്ങനെ 100 മാർക്കായിരിക്കും നമുക്ക് ആകെ കൂടി കിട്ടുക. പക്ഷേ ഓരോ ചോദ്യത്തിനും ചിലപ്പോൾ എന്തുണ്ടാവും, ബൈഫർക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ ചോദ്യത്തിന് ഇവിടെ 20 മാർക്ക് അവർ നേരിട്ട് കൊടുത്തു. പക്ഷേ രണ്ടാമത്തെ ചോദ്യത്തിന് നോക്കൂ, ആ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിന് 15 മാർക്ക്, 5 മാർക്ക്, രണ്ടാമത്തെ ഭാഗത്തിന് 15 മാർക്ക്. അങ്ങനെയാണ് അവർ ആ ഒരു ഇതിന് കൊടുത്തത്, ക്വസ്റ്റ്യന് കൊടുത്തത്. പിന്നെ നോക്കൂ, 8ാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 2 എഴുതാൻ 10 + 10. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പോൾ 20 മാർക്കിനാവും, ചിലപ്പോൾ 5 + 15 ആവും, ചിലപ്പോൾ 15 + 5 ആവും, ചിലപ്പോൾ എത്രയാവും, 10 + 10 ആവും. അങ്ങനെയൊക്കെ വരാറുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ജൂണിൽ നടന്ന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ, നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ എന്തൊക്കെയാണ്? യെസ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. റൈറ്റ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക നിലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. അതിലെന്തൊക്കെയുണ്ട്? മോട്ടിവേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. പെർസെപ്ഷൻ, ഞാൻ എങ്ങനെയാണ് ഓരോ സാധനത്തെയും കാണുന്നത്, അതിൻ്റെ വീക്ഷണകോണം എങ്ങനെയാണ്, അതിൻ്റെ പെർസെപ്ഷൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ഓരോന്നിനോട് സമീപിക്കുന്നത്. ലേണിംഗ്, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ പഠിച്ചത്, ആ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആറ്റിറ്റ്യൂഡ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്തുണ്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ സഹായിക്കും. ഇപ്പോൾ ഞാൻ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള അർത്ഥത്തിൽ കാണുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു പെർസെപ്ഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു ലക്ഷറി പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാവും. ഓക്കെ, അതുപോലെ പേഴ്സണൽ ഫാക്ടേഴ്സ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെ? എൻ്റെ വയസ്സ് എത്രയാണ്, എൻ്റെ ജോലി എന്താണ്, എനിക്ക് എന്തോരം ഇൻകം കിട്ടുന്നുണ്ട്, എൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ എങ്ങനെയാണ്, എൻ്റെ ഫാമിലി സ്റ്റാറ്റസ് എങ്ങനെയാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അതും അവരുടെ പർച്ചേസ് ബിഹേവിയറിനെ ബാധിക്കും അല്ലേ? ഒരു ബാച്ചിലർ ജീവിക്കുന്നത് പോലെ അയാൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരു ഫാമിലി മാൻ പർച്ചേസ് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുക. ഓക്കെ, റൈറ്റ്. അടുത്തതോ സോഷ്യൽ ഫാക്ടേഴ്സ്. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയുടെ വിവിധ ആൾക്കാരെ എന്നെ സ്വാധീനിക്കുന്നുണ്ടാവും. ആ കാര്യങ്ങളും എൻ്റെ പർച്ചേസ് ബിഹേവിയറിനെ എന്ത് ചെയ്യും, സ്വാധീനിക്കും. ഉദാഹരണത്തിന് എൻ്റെ ഫാമിലിക്കകത്ത് 15 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലോ അപ്പോൾ അത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിക്കേണ്ടി വരും. എൻ്റെ ഫാമിലിക്കകത്ത് ഞാനും എൻ്റെ പാർട്ട്ണറും മാത്രമേ ഇല്ലെങ്കിലോ 2 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ഫാമിലിയുടെ ഘടകങ്ങൾ, ഇതൊക്കെ അതിനെ സ്വാധീനിക്കും. റെഫറൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ എന്ത് ആവശ്യത്തിനും ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ഓഫീസിലുള്ള കുറച്ച് കൊളീഗ്സിൻ്റെ അടുത്ത് ചോദിക്കും, ആ സാധനം നല്ലതാണോ, ആ മൊബൈൽ ഫോൺ നല്ലതാണോ, ആ TV വാങ്ങിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ റെഫറൻസ് ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അപ്പോൾ അതും എൻ്റെ പർച്ചേസ് ബിഹേവിയറിനെ സ്വാധീനിക്കും. റോൾസ് ആൻഡ് സ്റ്റേറ്റസ് റോൾസ്, അതും വ്യത്യാസം ഉണ്ടാവും. ഒരാൾക്ക് തന്നെ പലതരം റോൾ ഉണ്ടാവും. ഞാൻ എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പാർട്ട്ണർഷിപ്പ് റോളിലുള്ളത്, ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ഒരു ഫാദർ എന്നുള്ള റോളിലുള്ളത്, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ മകൻ എന്നുള്ള റോളിലുള്ളത്. അങ്ങനത്തെ പല റോളുകളുണ്ടാവും. ഈ റോളുകൾക്കനുസരിച്ചും കൊണ്ടും നമ്മളുടെ പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ്. അടുത്തത് നോക്കൂ, കൾച്ചറൽ സാധനങ്ങൾ. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. കേരള കൾച്ചർ, സദേൺ ഇന്ത്യ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ, അങ്ങനെ പറയുന്ന സാധനം. ഒരു കൾച്ചറിൻ്റെ അകത്ത് തന്നെ സബ് കൾച്ചർ ഉണ്ടാവും. കേരള കൾച്ചറിൻ്റെ അകത്ത് തന്നെ
മലബാറീസ് അവർ വേറൊരു സ്വഭാവവും സവിശേഷതയൊക്കെയുള്ള ആൾക്കാരാണ്. കൊച്ചിയിലുള്ള ആൾക്കാർ അവർ വേറെ സവിശേഷതയാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ സബ് കൾച്ചറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ആ സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക, ഹൈ ഇൻകം ക്ലാസ്, ലോവർ ഇൻകം ക്ലാസ്, അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങളും എന്താണ് നമ്മളിതിനെ സ്വാഭാവികമായിട്ട് നമ്മളെ പർച്ചേസ് ബിഹേവിയറിനെ ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2 പാർട്ടുകളുണ്ട്. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ്. ഡിഫറെൻറ്റ് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റിനെ കുറിച്ച് പറയണം. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ഫോർമാറ്റ് ഇൻ റീറ്റെയിൽ ഓർഗനൈസേഷൻ, അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും പറയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഡിഫറെൻറ്റ് ഫോർമാറ്റുകൾ എന്തൊക്കെയുള്ളത്. യെസ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ് കിട്ടുന്നത് 24 മണിക്കൂറും തൊട്ടടുത്ത് തന്നെ എനിക്ക് പോയി വാങ്ങിക്കാനൊക്കെ പറ്റുന്ന സംഭവമാണ്. 7-11 എന്നൊക്കെ പറയുന്ന ഷോപ്പ് അതിൻ്റെ ഉദാഹരണമാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദാഹരണമാണ് എന്ത്, റിലയൻസ് ഫ്രഷ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യാലിറ്റി സ്റ്റോഴ്സ് ഉണ്ട്, അവിടെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്പോർട്സിനാണെന്നുണ്ടെങ്കിൽ ഡിക്കാത്ലൻ, മറ്റേ തനിഷ്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ജ്വല്ലറി ഐറ്റംസ്, കല്യാണിൻ്റെ ജ്വല്ലേഴ്സ് അവിടെ ജ്വല്ലറി ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഫാക്ടറി ഔട്ട്ലെറ്റുകളുണ്ട്, ഫാഷൻ ഫാക്ടറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൈക്കിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്, അതെല്ലാം മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റുകളാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ? കസ്റ്റമേഴ്സിന് ഓരോ ഫോർമാറ്റിനും ഓരോന്നിൻ്റെതായ ബെനിഫിറ്റുകളുണ്ടെന്നുള്ള. കൺവീനിയൻസ് സ്റ്റോറിൻ്റെ ബെനിഫിറ്റ് എന്താ, അവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട്, കസ്റ്റമേഴ്സിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടും. എൻഹാൻസ്ഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഹൈപ്പർ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ വലിയ മാളുകൾ, ഷോപ്പർ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ലുലു പോലെയുള്ളത് മാളുകളൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ശോഭ സിറ്റി പോലെയുള്ളത്, നെസ്റ്റോ പോലെയുള്ള അങ്ങനെ വലിയ മാളുകൾ അത്തരത്തിലുള്ള ഒരു ഷോപ്പിംഗ് അനുഭവമാണ് പലപ്പോഴും കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ റൈറ്റ്. യെസ്, എക്കണോമീസ് ഓഫ് സ്കെയിൽ, കൂടുതൽ വാങ്ങിക്കുമ്പോൾ ലാഭം കിട്ടുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ ബിഗ് ബസാറിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ റിലയൻസ് ഫ്രഷിൽ പോകുന്ന സമയത്തോ ഒക്കെ നമുക്ക് എന്താണ് വില കുറഞ്ഞ് പല പ്രോഡക്റ്റുകളും കിട്ടും. ഇനി ഇഷ്ടം പോലെ പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല സാധനങ്ങളും അവിടെ കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല അതൊക്കെ തന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളായിരിക്കും എന്നുള്ളതും അതിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 5-15 എന്നുള്ള അർത്ഥത്തിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഗണ്യമായ മാർക്കുകൾ കിട്ടും. ഫോർമാറ്റുകൾ നമ്മൾ ഒരു 4-5 ഫോർമാറ്റുകൾ എഴുതുക. അതുപോലെ തന്നെ ബെനിഫിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സാധനത്തിൻ്റെ ബെനിഫിറ്റുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് എഴുതാവുന്നതാണ്. ഓക്കെ റൈറ്റ്. അടുത്ത ചോദ്യം ഒന്ന് നോക്കി നോക്കൂ. യെസ്, സോഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി ഒന്ന് നോക്കാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം സോഴ്സിങ്? സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഗ്ലോബൽ സോഴ്സിംഗ് ഡെസിഷൻ. ഗ്ലോബൽ സോഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യുക? അപ്പോൾ സോഴ്സിംഗ് എന്താണെന്നതിനെ കുറിച്ചിട്ട് 5 മാർക്കുണ്ട്. പിന്നെ ഗ്ലോബൽ സോഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് എന്തുള്ളത് 15 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സിംഗ് എന്നാൽ എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോഴ്സിംഗ് ഇസ് എ സ്ട്രാറ്റജിക് process of identifying, evaluating, engaging suppliers to acquire goods and services at a reasonable price. നമ്മൾ റീറ്റെയിൽ സ്റ്റോറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാറ്റഗറി ഓഫ് ഐറ്റംസ് വേണം. ഈ കാറ്റഗറി ഓഫ് ഐറ്റംസ് എവിടെ നിന്ന് എപ്പോൾ ഏത് സപ്ലയറിൽ നിന്ന് കിട്ടുമെന്ന് തീരുമാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്, സ്ട്രാറ്റജിക് പ്ലാനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സോഴ്സിംഗ് എന്നുള്ളത്. ആ സോഴ്സിംഗ് നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതിന് പകരം ഗ്ലോബലി ആണ് സോഴ്സ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ബാധിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒറിജിൻ, കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് എവിടെ ഉണ്ടാക്കുന്നു? കാരണം ചില കൺട്രീസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ തന്നെ ഒരു ധാരണയുണ്ട്, അല്ലേ? ഇപ്പോൾ സ്വിസ് വാച്ചുകൾ അടിപൊളി വാച്ചാണ്, അത് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ജർമ്മനിയിൽ ഉണ്ടാക്കുന്ന കാറുകൾ, അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചിട്ടും അവരെ മെക്കാനിക്കൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും നമുക്കൊരു ധാരണയുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ജപ്പാനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസ് അവരുടെ ഒരു ഗുഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ നമ്മൾ ചൈന പ്രോഡക്റ്റ് എന്ന് പറയും, എന്താണ് ചീപ്പാണ്, ചിലപ്പോൾ ക്വാളിറ്റീനെ കുറിച്ചിട്ടുള്ള ചില പ്രയാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ധാരണ കൺട്രി ഓഫ് ഒറിജിൻ എന്നുള്ളത് തരും. പിന്നെ ഒന്നാണ് കറൻസി ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ പേയ്മെൻ്റ് എല്ലാം നടത്തേണ്ടത് ആ രാജ്യത്തിലുള്ള കറൻസിക്കകത്താണ്. ഞാനിപ്പോൾ യൂറോപ്പിൽ നിന്ന് സാധനം കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം, യൂറോയിൽ സാധനം കൊടുക്കണം, ഇന്ത്യൻ റുപ്പി കൊടുത്താൽ പോരാ. അപ്പോൾ ഈ യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എപ്പോഴും ഇങ്ങനെ ഇന്ത്യൻ റുപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഡോളറിൻ്റെ സ്ഥിതി നോക്കി ഏകദേശം 90 റുപ്യയുടെ അടുത്താണ്. 90 റുപ്യ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുള്ളൂ എന്നുള്ള. ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 80 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡോളറിന്. ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 90 റുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
$1 10 വ്യത്യാസം വന്നു അല്ലേ? അപ്പോൾ $1000 ആണെങ്കിൽ എത്ര രൂപയുടെ വ്യത്യാസം വന്നു? $1,00,000 ആണെങ്കിൽ എത്ര രൂപയുടെ വ്യത്യാസം വന്നു? അതെനിക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളതാണ്. പിന്നെ ടാക്സ് ആൻഡ് താരിഫ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, ട്രംപ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ടാക്സുകളും താരിഫുകളാണ് ചുമത്തുന്നത്. അത് ആ രാജ്യത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മളെ രാജ്യത്തിന് എന്ത് ചെയ്യണം, താരിഫ് ചുമത്തണോ ടാക്സ് ചുമത്തണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്ലോബൽ സോഴ്സിങ്ങിൻ്റെ സമയത്ത്. ലീഡ് ടൈം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് തൊട്ടടുത്ത് നിന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും. ഇല്ലെങ്കിലോ വേറെ ഇപ്പോൾ ഒരു രാജ്യത്തു നിന്നാണ്, നമുക്കിപ്പോൾ ഫിലിപ്പീൻസിൽ നിന്നോ അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നോ സാധനം കൊണ്ടുവരാം. അപ്പോൾ ജപ്പാനിൽ നിന്ന് സാധനം കണ്ടെത്താൻ സമയം എടുക്കില്ലേ? നമുക്ക് ഫ്ലൈറ്റിൽ എല്ലാ സാധനം കൊണ്ടുവരാൻ പറ്റുമോ? നമ്മൾ ഷിപ്പല്ലേ, അപ്പോൾ ഷിപ്പിൽ ഇങ്ങനെ സാധനം എത്താൻ വേണ്ടി കുറേ സമയം എടുക്കും. ആ സമയത്തിൻ്റെ പേരാണ് ലീഡ് ടൈം എന്നുള്ളത്. അപ്പോൾ നമ്മളെ കച്ചവടത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല. നമ്മൾ അതൊക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓർഡറിങ്ങും കാര്യങ്ങളും ചെയ്യാൻ. ക്വാളിറ്റി ആൻഡ് കംപ്ലൈൻസസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ആ രാജ്യങ്ങളിലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളെ രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ കൊണ്ടുവരുന്നത്. നമ്മളെ രാജ്യത്ത് അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ അതൊരു ലീഗൽ പ്രൊഡക്റ്റ് ആണോ ഇല്ലീഗൽ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്താവും, നമുക്കത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ലോജിസ്റ്റിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധനം ഇങ്ങോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിലുള്ള പൈസ എത്ര ചിലവ് വരുന്നു, ദൂരത്തുനിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പൈസ ചിലവ് കൂടും. പെട്ടെന്ന് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ടി വരും. അപ്പോഴും നമുക്ക് എന്ത് കൂടും, പ്രൈസ് കൂടും. ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്ലോബൽ സോഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഘടകമാണ്. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയി നോക്കിയാലോ. 4ാമത്തെ ചോദ്യം എന്താണ് പറയണമെന്ന് നോക്കൂ. എക്സ്പ്ലെയിൻ വേരിയസ് മെഷേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു മെഷർ ദ റീറ്റെയിൽ സ്പേസ് പെർഫോമൻസ്. റീറ്റെയിൽ സ്പേസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏതൊക്കെ മെഷർമെൻറ്റുകളാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്? എനിക്കിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് എന്തുണ്ട്, ഒരു സ്ഥലമുണ്ട്. അല്ലെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നുണ്ട്. എങ്കിൽ എൻ്റെ റീറ്റെയിൽ ഷോപ്പ് നന്നായിട്ടാണോ പോകുന്നത്, മോശമായിട്ടാണോ പോകുന്നത്, എങ്ങനെ അറിയാൻ പറ്റുക? അതിന് കുറേ ടെക്നിക്കുകളുണ്ട്, നമ്മൾ പഠിച്ചു. നമുക്കതൊന്ന് ഓർത്തെടുത്താലോ. സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ഓരോ സ്ക്വയർ ഫീറ്റിനും എത്ര സെയിൽസാണ് കിട്ടുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കാം. ടോട്ടൽ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഫൂട്ടേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് ടോട്ടൽ നെറ്റ് സെയിൽസ് കിട്ടുന്നത്. എൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എങ്കിൽ എനിക്കൊരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻകം എത്രയാണ്? യെസ്, 1000 രൂപയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്, മനസ്സിലായോ? അതുപോലെ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ കുറേ ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഫാഷൻ റീറ്റെയിലേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ്, അതുപോലെയുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന കടകളിൽ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സാറ ഒക്കെ അതിൻ്റെ അങ്ങനെ തരത്തിലുള്ള മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ്. നോക്കൂ, വേറൊരു ടൈപ്പാണ് സെയിൽസ് പെർ ലീനിയർ ഫീറ്റ്. അവിടെ സ്ക്വയർ ഫീറ്റ് അല്ല നോക്കുന്നത്, ലീനിയർ ഫീറ്റാണ് നോക്കുന്നത്. അപ്പോൾ ലീനിയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എന്ത് എടുക്കുന്നുണ്ടാവുള്ളൂ, അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഘടകം മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ, ലെങ്ത്ത് മാത്രമായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതെവിടെയായിരിക്കും? സൂപ്പർ മാർക്കറ്റുകൾ, ഡ്രഗ് സ്റ്റോർ, നമ്മളുടെ മെഡിക്കൽ ഷോപ്പുകൾ പോലെയുള്ള സാധനം, ബുക്ക് സ്റ്റോറിലൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുക. അവിടെ എന്തായിരിക്കും? ഷെൽഫുകളായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഷെൽഫിൽ എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു, ഷെൽഫിൻ്റെ നീളം ഡിവൈഡഡ് ബൈ, അതായത് എൻ്റെ സെയിൽസ് ഡിവൈഡ് ബൈ ഷെൽഫിൻ്റെ നീളം എത്രയാണ്, അപ്പോൾ അതിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കുക. ലീനിയർ ആണ് അവിടെ, എന്തല്ല, സ്ക്വയർ അല്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബിഗ് ബസാർ പോലെയുള്ള കടകൾ അങ്ങനെയാണ് നോക്കുന്നത്. ഷെൽഫുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന കടകൾ അതങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സുഡിയോയിൽ നമ്മൾ ഷെൽഫുകൾ അധികം കാണില്ലല്ലോ. നമുക്ക് എന്തായിരിക്കും കാണുക? കുറേ പാലറ്റ്സ് പോലെയുള്ള കുറേ സാധനങ്ങളായിരിക്കും കാണുന്നുണ്ടാവും. ഓക്കെ, റൈറ്റ്. അടുത്തതോ സെയിൽസ് പെർ ക്യൂബിക് ഫീറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഒരു ഉള്ളിലേക്കുള്ള സ്പേസ് അടക്കം എന്ത് ചെയ്യും, നമ്മൾ നോക്കും. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബൾക്കി ഐറ്റം, ഫ്രോസൺ ഐറ്റം ഒക്കെ വെക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മളൊരു ഫ്രീസറിൻ്റെ അകത്തേക്ക് വെക്കണ്ടേ അല്ലേ? ഫ്രീസറിൻ്റെ അകത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ ക്യൂബിക് മീറ്ററിലാണ് നമുക്ക് എന്ത് കാണേണ്ടത്? നമ്മളുടെ ഒക്യുപ്പൻസി കാണേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാഭം കാണുന്നത്. ഇതുപോലെ തന്നെ അതിൻ്റെ ലോജിക്ക് ടോട്ടൽ സെയിൽസ് ഇവിടെ ഉപയോഗിക്കുന്ന വ്യത്യാസം വരും. ക്യൂബിക് മീറ്റർ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടുത്തെ ലാഭങ്ങൾ നോക്കുക. കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള സ്ഥലങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഏകദേശം 4 കോൺസെപ്റ്റ് കിട്ടിയില്ലേ? 5ാമത്തെ നോക്കൂ. What is GST? And explain various benefits of GST in retail industry. റീറ്റെയിൽ ഇൻഡസ്ട്രിക്കകത്ത് GST കൊണ്ടുള്ള ഗുണം എന്താണ്? അതും 5+10 15. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? GST എന്താണുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ധാരണ കൊടുക്കണം. അതിനുശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
GSTയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയെന്ന് നോക്കേണ്ടത്. അപ്പോൾ GST എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എക്സ്പാൻഷൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യക്കകത്തുള്ള ഒരു സാധനമാണ്. ഏതൊക്കെ ടാക്സുകളെ നമ്മൾ മാറ്റിയിട്ടാണ് GST കൊണ്ടുവന്നത്? വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെയുള്ള കുറേ ടാക്സുകളെ മാറ്റിയിട്ട് നമ്മളൊരു ഒറ്റ ടാക്സാക്കി മാറ്റി. എന്താക്കി മാറ്റി? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്കി മാറ്റി. ഇത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റമാണ്. ഈ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നതോട് കൂടിയിട്ട് കുറേ ബെനിഫിറ്റുകൾ ഉണ്ടായി. കാരണം ഒരു 4 or 5 സ്ലാബുകളേ ഉള്ളൂ. എന്തിന്? ഈ ടാക്സ് 0%, 5%, 12%, 18%, 24%, അങ്ങനെ കുറച്ച് സ്ലാബുകളേ ഉള്ളൂ. വാറ്റും മറ്റേ സർവീസ് ടാക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പലതരം കൺഫ്യൂഷനായിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത്. ആ കൺഫ്യൂഷൻസൊക്കെ മാറ്റാൻ സാധിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എലിമിനേഷൻ ഓഫ് കാസ്കേഡിങ് എഫക്റ്റ്. അതായത് ചില സമയത്ത് നമുക്ക് ഡബിൾ ടാക്സേഷൻ വരുമായിരുന്നു. അതായത് നമ്മൾ ഒരു കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി കൊടുത്തൊരു സാധനത്തിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? സെയിൽസ് ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് ചിലപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ പ്രോഡക്റ്റ് നമ്മളെ വേറൊരു സംസ്ഥാനത്ത് നമ്മളെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഓൾറെഡി ടാക്സ് കൊടുത്ത സാധനത്തിന് വീണ്ടും നമ്മളുടെ സ്ഥലത്തും ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് എലിമിനേഷൻ ഓഫ് ഡബിൾ എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നോക്കൂ, സീംലെസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നൊരു സാധനം. സാധാരണ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഇനി അത് അയാൾ വിൽക്കുന്ന സമയത്തോ അയാൾ ടാക്സും കൂടി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ടാക്സിൻ്റെ ബാധ്യത ആർക്കുള്ളത്? കച്ചവടക്കാരനുള്ളത്. അപ്പോൾ കച്ചവടക്കാരന് ഇപ്പോൾ 100 രൂപയുടെ ടാക്സാണ് കൊടുക്കാനുള്ളത്. ഞാൻ ഓൾറെഡി 10 രൂപയുടെ ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര രൂപയുടെ ടാക്സ് കൊടുത്താൽ മതി? 90 രൂപയുടെ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറയുന്ന ഇൻപുട്ട് കിട്ടുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നതും ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനവും തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രേഷൻ GST വന്നതോടുകൂടി എന്തായി? വളരെ സിമ്പിളായി എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്തത് സപ്ലൈ ചെയിൻ എഫിഷ്യൻസി എന്നുള്ളതാണ്. കാരണം പണ്ട് നമ്മൾ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കടക്കുമ്പോഴൊക്കെ എന്ത് കൊടുക്കണം? സെയിൽസ് ടാക്സ് പോലെയുള്ള സാധനങ്ങൾ കൊടുക്കണം. ഇപ്പോൾ നമ്മളെ രാജ്യത്തിൽ ഒറ്റ ടാക്സ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു സ്ഥലത്ത് കൊടുത്താൽ തന്നെ ബാക്കി എന്തുണ്ട്? നമുക്കത് വേറെ ടാക്സ് കൊടുക്കാതെ കാര്യങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ അതെന്താക്കി? നമ്മളെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കി എന്നുള്ളതാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് മാർക്കറ്റാക്കി. ഇന്ത്യ ഒരൊറ്റ മാർക്കറ്റ് പോലെയായി. കേരളം, പശ്ചിമ ബംഗാൾ, അല്ലെങ്കിൽ തമിഴ്നാട്, ഗുജറാത്ത്, ഇങ്ങനെ സെപ്പറേറ്റ് ടാക്സ് റെഗുലേഷൻ ഇല്ലാതെ ഒരൊറ്റ റെഗുലേഷൻ എന്നുള്ളത് യൂണിഫൈഡ് മാർക്കറ്റാക്കി എന്നുള്ളതാണ്. സിംപ്ലിഫൈഡ് കംപ്ലയൻസസ് എന്ന് പറയുന്നത്, അതായത് ടാക്സ് കുറച്ച് ബേസിക് ധാരണയും കുറച്ച് നമ്മൾ ടെക്നോളജിക്കൽ നോളജും ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് പാലിക്കാൻ പറ്റുന്നതും ആ ടാക്സ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സിംപ്ലിഫൈഡ് ആയിട്ട് ആക്കി മാറ്റി എന്നുള്ളതാണ്. മറ്റൊന്ന് നോക്കൂ, അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് കൂടി എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് ആർക്കറിയാം? ഗവൺമെൻറ്റിന് അറിയാം, നമുക്കറിയാം നമുക്ക് എത്ര ടാക്സ് കൊടുക്കാനുണ്ട്, നമ്മളെത്ര കൊടുത്തു, നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്തോ ഇല്ല, ഇതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നതുകൊണ്ട് ട്രാൻസ്പെറൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാലോ? യെസ്, അടുത്ത ചോദ്യം ഫ്രാഞ്ചൈസിനെ കുറിച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസി, ഡിഫൈൻ ഫ്രാഞ്ചൈസി, ഡിഫൈൻ ഫ്രാഞ്ചൈസ്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഫ്രാഞ്ചൈസിങ് വിത്ത് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റീറ്റെയിൽ ഇൻഡസ്ട്രി. അപ്പോൾ ഫ്രാഞ്ചൈസിയെ കുറിച്ച് പറയണം, അതിന് 5 മാർക്കുണ്ട്. പിന്നെ അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയണം, റീറ്റെയിലിങ്ങിനെ കുറിച്ച് പറയണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. എന്താ ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ? ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അറേഞ്ച്മെൻ്റ് ആണ് വേർ ദ ഫ്രാഞ്ചൈസർ ലൈസൻസ് റൈറ്റ് ടു യൂസ് ട്രേഡ് മാർക്കോ ഓപ്ഷണൽ മെത്തേഡ്സോ ഇൻഡിപെൻഡൻറ്റ് ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്നു. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും. ആ ബിസിനസ് മോഡൽ വേറൊരാൾക്ക് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആര് കൊടുക്കുന്നു? അതിൻ്റെ മുതലാളി കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് അയാൾ തിരിച്ചൊരു ലൈസൻസ് ഫീയും കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇയാൾ പറയുന്നത് പോലെ തന്നെ വേണ്ടി വരും അവിടെ കച്ചവടം നടത്താൻ. അതിന് ഒരുപാട് തരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ ടൈപ്പുകൾ നമുക്ക് 1-2 ടൈപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഒന്ന് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ട്രേഡ് നെയിം കമ്പനി എന്ന് പറയുന്നതാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ പെട്രോൾ പമ്പുകൾ അല്ലേ? പെട്രോൾ പമ്പ് നാട്ടുമ്പുറത്തൊരു ആളായിരിക്കും അതിൻ്റെ
ആ പെട്രോൾ പമ്പിൻ്റെ മുതലാളി. പക്ഷേ ആ പെട്രോൾ പമ്പ് ആര് പറയുന്ന പോലെ നടത്തണം? ഇന്ത്യൻ ഓയിൽ പറയുന്നത് പോലെയോ HPCL പറയുന്നത് പോലെയോ ഒക്കെ വേണം നമ്മൾ നടത്താൻ. മറ്റൊന്ന് ബിസിനസ് ഫോർമാറ്റ്. ആ ബിസിനസ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോപ്പി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് McDonald's, KFC പോലെയുള്ള സാധനങ്ങൾ. ഇനിയും വേറെ ഫോർമാറ്റുകളുണ്ട് കേട്ടോ. ഡീലർഷിപ്പ് എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്. അവിടെ എന്താണ്? എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ മാരുതിയുടെ ഡീലേഴ്സ്, മെഴ്സിഡൻസിൻ്റെ ഡീലേഴ്സ് അങ്ങനെയൊക്കെ പറയില്ല. അങ്ങനെ വണ്ടികൾ ഒക്കെയുള്ള സാധനങ്ങൾ അത്തരത്തിലാണ് നമ്മൾ നടത്തുക. ഇനിയുണ്ട് വേറൊരു ടൈപ്പ് സാധനം. അവിടെ എന്തായിരിക്കും? ചിലപ്പോൾ പ്രോഡക്റ്റിന് ചെയ്യാനായിരിക്കില്ല, ചിലപ്പോൾ സർവീസ് ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന അർത്ഥത്തിലുള്ള ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഫ്രാഞ്ചൈസി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയുണ്ട്? ചില ഉപകാരങ്ങളുമുണ്ട്, ചില ലിമിറ്റേഷൻസും ഉണ്ട്. എന്തൊക്കെ ഉപകാരങ്ങളുണ്ടത്? ലോവർ ആയിട്ടുള്ള ഫെയിലിയർ റേറ്റ് ആണ്. കാരണം എന്താ? ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡലിനെയാണ് നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് ആ ബിസിനസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് എന്താണ്? വളരെ കുറവാണ്. മറ്റൊന്ന് നോക്കൂ, ബ്രാൻഡ് റെക്കഗ്നിഷൻ. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് KFCയുടെ സാധനം നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? KFC ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഒന്നും നടത്തണ്ട, അല്ലാതെ തന്നെ നമുക്ക് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. അതായത് ഫ്രാഞ്ചൈസർ എന്ത് ചെയ്തു തരും? എങ്ങനെ ഈ പരിപാടിയൊക്കെ നടത്തണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങും അവരെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള സപ്പോർട്ടും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ട? മാർക്കറ്റിൽ പോയി അലയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ലിമിറ്റേഷൻസ്? കുറച്ച് കോസ്റ്റ് കൂടുതലാവും. കാരണം ആ മുതലാളി അല്ലെങ്കിൽ നമ്മളെ ഫ്രാഞ്ചൈസർ പറയുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. അതേ ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൊണ്ടുവരേണ്ടി വരും. അത് ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടും എന്നുള്ളതാണ്. മാത്രമല്ല വേറൊരു തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്. നമ്മളുടെ കച്ചവടത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ലാഭം ആർക്ക് കൊടുക്കണം? ഫ്രാഞ്ചൈസർക്ക് കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് റോയൽറ്റി. അതും എന്തുണ്ടാക്കും? നമ്മുടെ ലാഭത്തിൽ ചെറിയ കുറവുണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ ഞാൻ KFC തുടങ്ങിയിട്ട് അവിടെ തട്ടുദോശ വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രാഞ്ചൈസി അവരെന്ത് ചെയ്യും? അവസാനിപ്പിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. നേരെ മറിച്ച് ഞാൻ വെറുതെ ഒരു ഫ്രൈഡ് ചിക്കൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്ത് ചെയ്യാം? തട്ടുദോശയും കൂടി വിൽക്കാൻ സാധിക്കും. റൈറ്റ്? യെസ്. അപ്പോൾ അതിനുള്ള ഇൻഡിപെൻഡൻസ് ഇല്ലായ്മ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മറ്റൊന്ന് ഇൻ്റർ ഡിപ്പെൻഡൻസ്. നമുക്കൊരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല സാധനങ്ങൾക്കും നമ്മളെ ഫ്രാഞ്ചൈസർ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ചെയ്യേണ്ടി വരും, എന്താണ് സ്വാധീനിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളോടത്ത് ചോദിക്കേണ്ടി വരും. നമ്മളുടെ ഇപ്പോൾ കൊക്കക്കോള ഉണ്ടാക്കാൻ നമുക്ക് ടെറിറ്റോറിയൽ ആയിട്ടുള്ള പെർമിഷൻ കൊടുക്കും. പക്ഷേ കൊക്കക്കോള ഉണ്ടാക്കുന്ന ആ രഹസ്യക്കൂട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മളത് ആരെടുത്ത് ചോദിക്കേണ്ടി വരും? കൊക്കക്കോള ഇൻ്റർനാഷണൽ കമ്പനിയിൽ ചോദിക്കേണ്ടി വരും. KFC ആണെങ്കിലും McDonald's ആണെങ്കിലും ചിക്കിങ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്താണ് അവരുടെ ആ വിശേഷപ്പെട്ട ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനം നമ്മൾ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇതിൻ്റെ അകത്ത്, നമ്മളുടെ ഈ പറയുന്ന ഫ്രാഞ്ചൈസി ബിസിനസ്സിൻ്റെ അകത്ത്. ഓക്കെ, അടുത്ത നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നതാണ്. എന്തൊക്കെയാണ് ഒരു റീറ്റെയിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എത്തിക്കലായിട്ടുള്ളത് നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത മോശം കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ എത്തിക്സ് എന്താണെന്നറിയാം അല്ലേ? എത്തിക്സ് എന്താണ്? ഡൂയിങ് ഗുഡ് എന്ന് പറയുന്നതിനാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് റോങ് റൈറ്റ്, വാട്ട് ഈസ് നല്ലത് ചീത്ത എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എത്തിക് എന്ന് വിളിക്കുക. അപ്പോൾ എത്തിക് ബിഹേവിയറിന് കുറേ ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? സത്യസന്ധമായിരിക്കണം, നമ്മൾ ലീഗൽ സാധനങ്ങൾ എന്ത് ചെയ്യണം? പാലിക്കണം. നമുക്ക് വിവിധ പ്ലെയേഴ്സ് ഉണ്ടാകും, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, നമ്മളെ വെൻഡേഴ്സ്, അവരോടൊക്കെ നമ്മൾ ന്യായവും നീതിയും പുലർത്തിയിട്ട് വേണം ഡീൽ ചെയ്യാൻ. ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പറ്റിക്കാൻ പാടില്ല. കൺസ്യൂമേഴ്സിനുണ്ടാകുന്ന ചില റൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ബിസിനസ് ആകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്ന ബിസിനസ് ചിലപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നല്ല ബിസിനസ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ കസ്റ്റമേഴ്സിനോട് മാത്രം നല്ലത് ചെയ്താൽ പോരാ, സമൂഹത്തിനോട് നല്ലത് ചെയ്യണം, എംപ്ലോയീസിനോട് നല്ലത് ചെയ്യണം, ഓണേഴ്സിനോട് നല്ലത് ചെയ്യണം, വെൻഡേഴ്സിനോട് നല്ലത് ചെയ്യണം. അങ്ങനെ എല്ലാവരുടെ അടുത്തും നമ്മൾ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അത് കസ്റ്റമേഴ്സിനോടാണെന്നുണ്ടെങ്കിലും എംപ്ലോയീസിനോടാണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയോടാണെങ്കിലും ഒക്കെ ഉള്ളത്. അത് ഏതൊക്കെ സാധനങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഡിസെപ്റ്റീവ് പ്രൈസിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബൈറ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. എന്താണ്? പരസ്യം കൊടുക്കും. എന്ത്? വാഷിംഗ് മെഷീനിൽ നിന്ന് 2000 റുപ്യ മാത്രം. എന്നിട്ട് ആരെങ്കിലും വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വന്നാലോ, അയ്യോ അതിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയിട്ടോ, പക്ഷേ അതിനേക്കാൾ അടിപൊളി സാധനമുണ്ട്, ഒരു 20,000 റുപ്യയുടെ സാധനം എന്ന് പറഞ്ഞിട്ട് വില കൂട്ടിയൊരു സാധനം കാണിച്ചു കൊടുക്കും. അതെന്താണ്? പറ്റിക്കലാണ്. അങ്ങനത്തെ പരിപാടി പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് കൗണ്ടർ ഫീറ്റിംഗ് എന്ന് പറയുന്ന സാധനം. ഫേക്ക് പ്രോഡക്റ്റുകൾ കൊണ്ടുവരികയെ. ഇപ്പോൾ പ്യൂമയുടെ സാധനമാണ് അല്ലെങ്കിൽ അഡിഡാസിൻ്റെ സാധനമാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് വേറെ എവിടെയെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക, എന്നിട്ട് അഡിഡാസ് വിൽക്കുന്ന അതേ വിലക്ക് വിൽക്കുക. അതെന്താണ്?
ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ്. അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനാന്ന് പറഞ്ഞിട്ട് വേറെ വാഷിംഗ് മെഷീൻ അതുപോലെയുള്ളത് തന്നെ സാംസങ് അറിയാതെ ഉണ്ടാക്കിയിട്ട് വിൽക്കുക എന്ന് പറയുന്നത്, കൗണ്ടർ ഫീറ്റ് ആയിട്ടുള്ള ഫേക്ക് പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഡിസെപ്റ്റീവ് സെയിൽസ് പ്രാക്ടീസസ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ഇൻഫോർമേഷൻസ് ആരുടെ അടുത്ത് പറയാതിരിക്കുക, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാതിരിക്കുക. ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് അത് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള സാധനം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അവനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് വലിയ അപകടം ഉണ്ടാവില്ലേ? ആ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് എന്താണ്, വലിയ തരത്തിലുള്ള പിശകുകളിൽ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരതകളിൽ ചിലതാണ്. മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ ഇറസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റും സർവീസൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറേ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിച്ചിട്ട് ഗവൺമെൻറ്റിനെ പറ്റിച്ചിട്ട് കമ്മ്യൂണിറ്റിയെ പറ്റിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, അത് കത്തിച്ച് കളയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, ശരിയല്ലാത്ത പരിപാടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല ഉദാഹരണങ്ങൾ ചെയ്യുന്നതിന് കുറേ നല്ല കമ്പനികളുണ്ട് കേട്ടോ. ഇപ്പോൾ പറ്റഗോണിയ എന്ന് പറയുന്ന കമ്പനി അതിന് നല്ലൊരു ഉദാഹരണമാണ്. നമ്മളെ സ്റ്റാർബക്സ് അതിന് നല്ലൊരു ഉദാഹരണമാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇത്തരം പ്രോഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എത്തിക്കൽ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുള്ളത്. അടുത്ത നോക്കൂ, അടുത്ത നമ്മളുടെ അവസാനത്തെ ചോദ്യമാണ്. സാധാരണ അവസാനത്തെ ചോദ്യം എങ്ങനെയാണ് വരാറുള്ളതെന്നും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഷോർട്ട് നോട്ട് എഴുതാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് നോട്ട് എഴുതാൻ തന്നിട്ടുള്ളത് 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതാനാണ് തന്നിട്ടുള്ളത്. നമ്മൾ 3 എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്യാഷ് ആൻഡ് ക്യാരി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, SEO ആൻഡ് SEM എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം എഴുതിയാൽ മതി, ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ 3 ഡിസ്കസ് ചെയ്യേ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നോക്കൂ, എന്താണ് ക്യാഷ് ആൻഡ് ക്യാരി? അപ്പോൾ ഈ സംവിധാനം എന്ന് പറയുന്നത് നമ്മളെ റീറ്റെയിലർ ഹോൾസെയിലറിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന സമയത്താണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. 1964 ജർമ്മനിയിൽ മെട്രോ എന്ന് പറയുന്ന കമ്പനിയാണിത് എന്ത് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്താ സംഭവം, റീറ്റെയിലർ ഹോൾസെയിലറിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പോകണം, സാധനം വാങ്ങിക്കണം, റെഡി ക്യാഷ് കൊടുക്കണം, എന്നിട്ട് സ്വന്തം വണ്ടി വിളിച്ചിട്ട് സാധനം എടുത്തിട്ട് വേണം തിരിച്ച് പോകാൻ എന്ന് പറയുന്ന സംവിധാനത്തെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാഷ് ആൻഡ് ക്യാരി എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഹോൾസെയിൽ ഫോർമാറ്റ് വെയർ ഗുഡ്സ് ആർ സോൾഡ് ഫ്രം വെയർ ഹൗസിൽ നിന്ന് തന്നെയാണ് വിൽക്കുക. അതെന്താണ്, റെഡി ക്യാഷിനായിരിക്കും, വണ്ടി നമ്മൾ തന്നെ കൊണ്ടുപോകണം. മെക്കാനിസം ക്യാഷ് പേയ്മെൻ്റ് ആവണം. മാത്രമല്ല നമ്മൾ സ്വന്തം ട്രാൻസ്പോർട്ടേഷനിലായിരിക്കണം കൊണ്ടുവരേണ്ടത്. ആരെ ടാർഗറ്റ് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ്. അതായത് റീറ്റെയിലേഴ്സിനെ, ഹോട്ടൽസിനെ, കാറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫോക്കസ് ചെയ്യുന്നത്. മെട്രോയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് SEO ആൻഡ് SEM. ഇത് രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ് SEM എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ പ്രോഡക്റ്റുകൾ, നമ്മളെ കമ്പനിയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആ സെർച്ചിൽ വരണം അല്ലേ. ഇപ്പം നമ്മളൊരു എന്താണ് ചായ വിൽക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ എന്താണ് ടോപ്പ് ചായാസ് ഇൻ മൈ സിറ്റി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പനിയും അതിലുണ്ടാകണം എന്നുള്ളതാണ്. അതിൻ്റെ ടോപ്പിൽ തന്നെ വരണം. അപ്പോൾ അത് വരത്തക്ക രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മളുടെ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന ചില കീവേഡുകൾ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിൽ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാൻ. നമ്മൾ മൊബൈൽ ഫ്രണ്ട്ലിയും കൂടി ആയിരിക്കണം, കാരണം മൊബൈലിലൂടെ അല്ലേ ആൾക്കാരൊക്കെ അത് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലോ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പെയ്ഡ് അഡ്വർടൈസിങ് అనేది നല്ലൊരു ഉദാഹരണമാണ്. PPC, പേ പെർ ക്ലിക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ ചില സൈറ്റുകളിലൊക്കെ എന്ത് കൊടുക്കും, നമ്മളെ പരസ്യം കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ ചില സൈറ്റുകൾ, ഇപ്പോൾ ഗൂഗിൾ അല്ലാത്ത സൈറ്റുകളിലൊക്കെ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരസ്യം അവിടെ ഇവിടെയൊക്കെ വരും അല്ലേ. അപ്പോൾ പരസ്യം വരുന്ന സമയത്ത് ഗൂഗിളിൽ തന്നെ ചിലപ്പോൾ വരും എന്ത്, ആഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും മുകളിൽ അല്ലേ, അഡ്വർടൈസ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നമ്മൾ ആ സൈറ്റിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ അവരുടെ സൈറ്റിലൂടെ നമ്മൾ വന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും, നമ്മളെ കമ്പനി എന്ത് ചെയ്യണം, ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആ തരത്തിലുള്ള പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻ രീതിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് മേഖലക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആമസോൺ യൂസ് ചെയ്യുന്നുണ്ട്, SEO ആണെന്നുണ്ടെങ്കിലും SEM സ്ട്രാറ്റജി ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവസാനത്തെ നോക്കൂ, സൈക്കോളജിക്കൽ പ്രൈസിങ്. നമ്മളൊരു പ്രൈസ് ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. ഇതൊക്കെ നമുക്കറിയാം. എങ്ങനെ, നമ്മൾ ബാറ്റയുടെ ഒക്കെ കണ്ടിട്ടില്ലേ, 99 റുപ്യ, 199 റുപ്യ, 249 റുപ്യ, 299 റുപ്യ എന്നൊക്കെ പറയുന്നത്. ആ രീതി, അതിന് വിളിക്കുന്ന പേരാണെന്ത്, ഓഡ് ഈവൻ സ്ട്രാറ്റജി. എന്താ അത്,
അതായത് നമുക്കൊരു 1000 എന്ന് പറയുന്നതിനേക്കാൾ കുറവുള്ളൊരു സാധനമാണ് 999 എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. കാരണം 1000 എന്താണ് 4 അക്കമാണ്, 999 എന്ന് പറഞ്ഞാൽ 3 അക്കേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള ഡിഫറൻസ് എത്ര, ₹1 പക്ഷെ നമുക്കത് എന്തുണ്ടാക്കും, മനസ്സിന് പെട്ടെന്ന് ഇതിന് കുറച്ച് വില കുറവാണല്ലോ എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ. അങ്ങനെ ഓഡ് ഈവൻ പ്രൈസിങ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, സൈക്കോളജിക്കലി ഇമ്പാക്റ്റിംഗ് ഉണ്ടാകുന്നത്. ചിലതുണ്ട് പ്രസ്റ്റീജ് പ്രൈസിങ് ആയിരിക്കും, ഹൈ പ്രൈസിങ് ആയിരിക്കും. ഇപ്പോൾ ഐഫോണിന് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ റോൾസ് റോയ്സിൻ്റെ കാറിന്, അപ്പോൾ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ വില അതിനുണ്ട്. കാരണം അതൊരു പ്രസ്റ്റീജ് പ്രോഡക്റ്റായിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. അതിന് വില കുറച്ച് വിറ്റ ആൾക്കാർ വിചാരിക്കും അതിനെന്തോ കുഴപ്പമുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് വില കൂട്ടി തന്നെ വിൽക്കണം, അത് പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രസ്റ്റീജ് പ്രൈസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡിസ്കഷൻ ഇന്ന് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, വൈൻഡപ്പ് ആക്കുന്നുണ്ട്. ഈ 8 ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണ വരിക ഒരു പേപ്പറിൻ്റെ അകത്ത്. അതിൽ 5 നമ്മൾ എഴുതേണ്ടുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മാത്രമല്ല ഈ 5 എഴുതുന്ന സമയത്ത് ഓരോ ചോദ്യത്തിനും ചിലപ്പോൾ എന്തുണ്ടാവും, പാർട്ടുകളുണ്ടാവും. അത്തരം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.